അങ്ങനെ നമ്മളെ 2 ലക്ഷത്തിൻ്റെ ഗേറ്റ് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പാകത്തിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് ഗ്രേ കളർ തന്നെ കൊടുക്കുന്നത്. പെയിൻറ്റ് സ്പ്രേ ചെയ്യുക. സ്പ്രേ അടിച്ചതിന് ശേഷം ഡെക്ക് വുഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡെക്ക് വുഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഏതായാലും എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെക്ക് വുഡ് വർക്ക്ഷോപ്പിൽ തന്നെ കട്ട് ചെയ്ത് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പോകെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ പെയിൻ്റ് അടിക്കുന്ന ഒരു കുറച്ച് ഭാഗം കണ്ട് കട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗം കാണിച്ചിട്ട് നമുക്ക് ഡെക്ക് വുഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ആലോചിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ ഗേറ്റിന് ഉപയോഗിക്കുന്ന എല്ലാ WPC വുഡും നമ്മൾ ഡെക്ക് വുഡ് എന്നാണ് പറയൽ. പക്ഷെ ഇത് ശരിക്കും ഡെക്ക് വുഡ് തന്നെയാണ്. ഈ ഒരു ഗ്രൂവ് കാണുന്നില്ലേ, നമ്മളിത് തട്ടിനിടാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഡെക്ക് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിയായ യൂസ് എന്ന് പറയുന്നത് നമ്മളിത് തട്ട് അല്ലെങ്കിൽ മച്ച് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു കട്ടിങ്ങും കൂടി വന്നിട്ട് ഒരു ഇതിനെ ജോയിൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. അതിൽ സ്ക്രൂ ചെയ്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ഒരു പാനലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന 1 ഇഞ്ച് തിക്നെസ്സുള്ള ചവിട്ടി നടക്കാൻ മാത്രം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗ്രെയിൻസ്, വുഡ് ഗ്രെയിൻസ്, ഇപ്പോൾ ഇതിൽ നമ്മളതിന് അവസാനമായിട്ട് ഇതിൽ ക്ലിയർ കൂടി അടിച്ചു കൊടുക്കും. PU ക്ലിയർ മാറ്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ഒന്നും കൂടി നമ്മൾ ഈ ഗ്രെയിൻസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ശരിക്കും കാണും. അപ്പോൾ ആദ്യം നമ്മളിത് പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റ് അടിച്ചതിന് ശേഷം ബാക്കി കാണാം നമുക്ക്. അങ്ങനെ 2 കോട്ട് പ്രൈമറും അടിച്ചു കഴിഞ്ഞു. നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ടേപ്പറാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കോർണർ ശരിക്കും അടുത്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് റിവറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത്. റിവറ്റ് കൂടാണ്ട് നമ്മൾ സിലിക്കോൺ കൂടി അടിക്കുന്നുണ്ട്. ഈ ഒരു സിലിക്കോൺ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പുറം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് സിലിക്കോൺ കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സിലിക്കോണ് നമ്മൾ നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കണം. കാരണം ഇത് പുറമേ വെക്കുന്നതായതുകൊണ്ട് റിവറ്റ് മാത്രമായാലും നിൽക്കില്ല. തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കളി വരും. ഏതെങ്കിലും ഒരു വെതർ പ്രൂഫ് സിലിക്കോൺ ഉപയോഗിക്കുക. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്, പുറമേ ആയതുകൊണ്ട്. ഒരിഞ്ച് റിവറ്റ് വെച്ചിട്ടാണ് ഇത് സെറ്റാക്കി കൊടുക്കുന്നത്. സിലിക്കോണിന് പുറമെ 1 ഇഞ്ച് റിവറ്റ്. അതിന് വേണ്ടിയിട്ട് 1/8 ഹോൾ അടിച്ചിട്ട് റിവറ്റിന് കണക്കായിട്ട് നമ്മളൊരു റിവറ്റിൻ്റെ നീളം കണക്കാക്കിയിട്ട് ഒരു പേപ്പർ ടൈപ്പിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് അടിച്ചു കൊടുക്കും. സംഭവം പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു. നാളെയാണ് കൂടിയാൽ പെയിൻ്റ് അടിക്കാൻ കുറച്ച് താമസിച്ചു. നമ്മൾ ക്ലിയർ കൂടി അടിച്ചു കൊടുക്കുകയാണ്. ബനിയൻ വേസ്റ്റ് വെച്ചിട്ട് തൽക്കാലം ഒറ്റൊരു കോട്ട് അടിച്ചു കൊടുക്കുന്നു. ഫൈൻ കോട്ട് ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടി അടിച്ചു കൊടുക്കും. PU ക്ലിയറാന്ന് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ സംഭവം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലൈറ്റ് പോയി തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ബനിയൻ വേസ്റ്റ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ വേറൊരു ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടി പറ്റും. കട്ടിംഗ് ഒക്കെ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, അവിടെ ട്രാക്കിൽ നിന്ന് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വീല് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് വേണ്ടി. കാരണം നല്ല വെയിറ്റ് വരും, ഡെക്കൂട്ടിൻ്റെ വെയിറ്റും കൂടി വരുമ്പോൾ.
തിരിച്ച്